ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ റോഡുകളിൽ വെള്ളക്കാറുകളുടെ എണ്ണം ഇപ്പോൾ പതിയെ കുറയുകയാണ്. ബ്ലാക്ക് കളർ കാർ വീണ്ടും ട്രെൻഡായി വരികയാണ്. വെള്ളക്കാർ ഇത്ര ജനപ്രിയമായത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കുറഞ്ഞ മെയിൻ്റനൻസ്, നല്ല റീസെയിൽ വാല്യൂ, ചൂട് കുറവ്, ഒന്ന് പോറിയാലും അറിയില്ല, ഫെയ്ഡാകുന്നത് അറിയുകയില്ല, എല്ലാം പ്ലസ് പോയിന്റുകൾ. ജാറ്റോ ഡൈനാമിക്സ് ഡേറ്റ പ്രകാരം 2021 ഇന്ത്യയിലെ കാർ വിൽപ്പനയിൽ 44% വെള്ളക്കാറുകളായിരുന്നു. പക്ഷേ 2023-24 എത്തുമ്പോൾ അത് ഏകദേശം 39% താഴ്ന്നു. അതേസമയം ബ്ലാക്ക് കാറുകളുടെ വിഹിതം 15% നിന്ന് 20% ഉയർന്നു. എന്താണ് കാരണം? ഒന്നാമത് SUV ബൂം. ഇന്ത്യ കൂടുതൽ SUVകൾ വാങ്ങുമ്പോൾ അവയ്ക്ക് ബ്ലാക്ക് പോലുള്ള ഡാർക്ക് കളറുകൾ കൂടുതൽ പ്രീമിയം ലുക്ക് നൽകുന്നു. രണ്ടാമത് യുവ ഉപയോക്താക്കൾ. ഇന്നത്തെ കാർ വാങ്ങുന്നവർക്ക് റീസെയിലിനേക്കാൾ സ്റ്റൈലും വ്യക്തിത്വവുമാണ് പ്രധാനം. മൂന്നാമത് കാർ കമ്പനികളുടെ മാർക്കറ്റിംഗ്. ടോപ്പ് വേരിയന്റുകൾ കൂടുതലും ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ, ഗ്രേ കളറുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. ഉപയോക്താക്കൾ അവിടേക്കാണ് സ്വാഭാവികമായും ആകർഷിക്കപ്പെടുന്നത്. വെള്ളക്കാർ ഇപ്പോഴും നമ്പർ 1 ആണ്. പക്ഷേ അതിൻ്റെ ആധിപത്യം ഇനി പഴയ പോലെയല്ല. കാർ വാങ്ങുന്നവർ ഇന്ന് സേഫ് പ്ലേയിൽ നിന്ന് സ്റ്റൈൽ ചോയ്സിലേക്കാണ് നീങ്ങുന്നത്. ഇനി ട്രാഫിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ചുറ്റും നോക്കൂ. കാണുന്ന ആ ബ്ലാക്ക് കാറുകളുടെ കൂട്ടം അത് യാദൃശികമല്ല, അതൊരു മാറുന്ന ട്രെൻഡിൻ്റെ അടയാളമാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു?